ഹായ്, വെൽക്കം ടു സ്റ്റഡി ത്രില്ലർ. 7ാം ക്ലാസ്സിൻ്റെ നാളത്തെ ഹിന്ദി എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി എന്നുള്ള കവിതയാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. എല്ലാവരും പഠിച്ച് കഴിഞ്ഞ് കാണും. മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് കാണുക. ഓക്കെ, യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി. ഇത് എഴുതിയിരിക്കുന്നത് കേദാർനാഥ് അഗർവാൾ ആണ്. കേദാർനാഥ് അഗർവാൾ എഴുതിയ യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി എന്ന കവിതയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി എന്താണ് ടൈറ്റിലിൻ്റെ മീനിങ്? യഹ് ധർത്തി ഹേ, ഇത് ഈ ഭൂമി, യഹ് ധർത്തി ഹേ ഭൂമി, ഉസ് കിസാൻ കി ആ കർഷകൻ്റെതാണ്. അതായത് ആ കർഷകൻ്റെതാണ് ഈ ഭൂമി. ഏത് കർഷകൻ്റെയാണെന്നുള്ളത് നമുക്ക് കവിത വായിക്കുമ്പോൾ മനസ്സിലാവും. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി, ഈ ഭൂമി ആ കർഷകൻ്റെതാണ്. ജോ ആരുടേതാണെന്നാണ് പറയാൻ പോകുന്നത്. ബൈലോങ്കെ കന്തോപ്പർ ബർസാത്ത് കാമുമേം ജുവാ ഭാഗ്യക്കാ രഖ് ദേത്താ ഹേ. എന്താണ് ബൈലോങ്കെ കന്തോപ്പർ? ബൈലോം കാള, ബൈൽ കാളയാണ്. അപ്പോൾ ബൈലോം കാള, ബൈലോംകെ കാളകളുടെ, കന്തോംപർ കന്ത മീൻസ് കാളകളുടെ കഴുത്തിന്റെ മുകൾ ഭാഗം, നമുക്ക് തോളെന്ന് പറയാം. കാളകളുടെ കഴുത്തിന്റെ മുകൾ ഭാഗത്ത് എന്ത് ചെയ്യുന്നു? ബർസാത്ത് കാമുമേം, ബർസാത്ത് മഴ, കാമു വെയിൽ. അപ്പോൾ ബർസാത്ത് കാമുമേം മഴയത്തും വെയിലത്തും. ജുവ നുകം, ഭാഗ്യക രഗതത്തായി ഭാഗ്യത്തിന്റെ നുകം വെച്ചു കൊടുക്കുന്നു. കാളകളുടെ കഴുത്തിന്റെ മുകൾ ഭാഗത്ത്, അതായത് കാളകളുടെ തോളിൽ ഭാഗ്യത്തിന്റെ നുകം വെച്ചു കൊടുക്കുന്നു. കാളകളുടെ തോളിൽ നുകം വെച്ചിട്ട് ഉഴുതു മറിക്കുന്നത് കണ്ടിട്ടില്ലേ? അതിനെപ്പറ്റിയാണ് പറയുന്നത്. കൂൺ ചാടുത്തി ഹുയി വായുമ്യം, ഇതെപ്പോഴാണ് ചെയ്യുന്നത്? എങ്ങനെയുള്ള സമയത്താണ് ചെയ്യുന്നത്? കൂൺ ചാടുത്തി ഹുയി വായുമേം, കൂൺ രക്തമാണ്. കൂൺ ചാടുത്തി ഹുയി വായുമേം, രക്തത്തെ ഉണക്കുന്ന തരത്തിലുള്ള കാറ്റ് വീശുന്ന, അത്രത്തോളം ചൂട് കാറ്റ് വീശുന്ന സമയത്ത് പോലും, മഴയാണെങ്കിലും വെയിലാണെങ്കിലും പോലും ഈ കർഷകൻ എന്ത് ചെയ്യുകയാണ്? ജോലി ചെയ്യുകയാണ്. കാളകളുടെ മേൽ നുകം വെച്ചുകൊണ്ട് ജോലി ചെയ്യുകയാണ്. അങ്ങനെയുള്ള കർഷകൻ്റെതാണ് ഈ ഭൂമി എന്നാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. പൈനി കുസി കേത്ത് കെ ഫീദർ, പൈനി മൂർച്ചയുള്ളത്, കുസി എന്ന് പറഞ്ഞാൽ കലപ്പയുടെ കൂർത്ത ഭാഗം. പൈനി കുസി മൂർച്ചയുള്ള, കലപ്പയുടെ മൂർച്ചയുള്ള ആ കൂർത്ത ഭാഗം എന്ത് ചെയ്യുന്നു? കേത്ത് കെ ഫീദർ, വയലിന്റെ ഉള്ളിലേക്ക്, ദൂർ കലേജത്തക്ക് ഒരുപാട് ആഴത്തിലേക്ക്, ലേജാക്കർ കൊണ്ടുപോയിട്ട്, ജോത്ത് ഡാൽത്താഹെ ഉഴുതുമറിക്കുന്നു, മിട്ടിക്കോ മണ്ണിനെ. കലപ്പയുടെ മൂർച്ചയുള്ള ഭാഗം മണ്ണിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട്, ഒരുപാട് ആഴത്തിലേക്ക് കൊണ്ടുപോയിട്ട് മണ്ണിനെ ഉഴുതുമറിക്കുകയാണ് കർഷകൻ ചെയ്തിരിക്കുന്നത്. പാംസ് ഡാൽക്കർ, പാംസ് വളമാണ്, പാംസ് ഡാൽക്കർ വളമിട്ടിട്ട്, ഓർ ബീജ് ഫിർ ബോധേത്താഹെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ബീജ് വിത്ത്, ഫിർ വീണ്ടും, ബോധേത്താഹെ വിതയ്ക്കുന്നു, വീണ്ടും വിത്ത് വിതയ്ക്കുന്നു. അപ്പോൾ മണ്ണ് ഉഴുതുമറിക്കുന്നു, വളമിടുന്നു, എന്നിട്ട് വീണ്ടും വിത്ത് വിതയ്ക്കുന്നു. അതാണ് നമ്മുടെ കർഷകൻ ചെയ്യുന്നത്. നയ വർഷമേയും നയി ഫസൽക്കെ, പുതിയ വർഷത്തിൽ പുതിയ വിളവിന് വേണ്ടി, ഡേർ അന്നുക്ക ലഗിജാത്താഹെ, പുതിയ വർഷം പുതിയ വിളവിന്റെ എന്ത്? ഡേർ കൂമ്പാരം, അന്നുക്ക ഡേർ ധാന്യ കൂമ്പാരം ഉണ്ടാക്കുന്നു. അയാൾ കൃഷി ചെയ്തുകൊണ്ട് ധാന്യ കൂമ്പാരം ഉണ്ടാക്കുന്നു, ഡേർ കൂമ്പാരം. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി, അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ആ കർഷകൻ്റെതാണ് ഈ ഭൂമി എന്നാണ് കവി പറയുന്നത്. നഹി രാവ് കി നഹി രംഗ് കി, രാവ് രാജാവ്, രംഗ് ദരിദ്രൻ. നഹി രാവ് കി രാജാവിൻ്റെതല്ല, നഹി രംഗ് കി ദരിദ്രൻ്റേതും അല്ല, നഹി കിസി കി നഹി കിസി കി ആരുടേതുമല്ല, ആരുടേതുമല്ല, വേറെ ആരുടേതുമല്ല. ധർത്തി ഹേ കേവൽ കിസാൻ കി, ധർത്തി ആരുടേത് മാത്രമാണ്? കേവൽ കിസാൻ കി, കിസാൻ്റേത് മാത്രമാണ്, കർഷകൻ്റേത് മാത്രമാണ്. യഹ് ധർത്തി ഹി ഉസ് കിസാൻ കി, ആ കർഷകൻ്റേതാണ്. ഏത് കർഷകന്റെ? ജോ മിട്ടി കാ പൂർണ്ണ പാർ കി, മിട്ടി കാ പൂർണ്ണ പാർ കി മണ്ണിനെ സമ്പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ട് പരീക്ഷിക്കുന്ന ആ കർഷകൻ്റെതാണ് ഈ ഭൂമി. മണ്ണിനെ പരീക്ഷിക്കുന്ന, അത് പാരക്കി പരീക്ഷകൻ എന്നാണ്. ഇപ്പോൾ പരീക്ഷിക്കുന്ന, മണ്ണിനെ പൂർണ്ണമായിട്ടും പരീക്ഷിക്കുന്ന ആ കർഷകനുള്ളതാണ് ഈ ഭൂമി, അദ്ദേഹത്തിൻ്റെതാണ്. ജോ മിട്ടിക്ക് സംഗ് സാത്ത് ഹി, ജോ മിട്ടിക്ക് സംഗ് സാത്ത്, സംഗ് സാത്ത് കൂടെ അല്ലെങ്കിൽ ഒപ്പം, മണ്ണിന്റെ കൂടെ തന്നെ, മണ്ണിന്റെ കൂടെ തന്നെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? തബ്കർ ജൽക്കർ മർക്കർ, കത്തി ഉരുക്കി മരിച്ച്, മർക്കർ മരിച്ചിട്ടെന്നാണ്. ഇവിടെ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നു, അതായത് മരിച്ചു പണിയെടുക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. തബ്കർ ഗൽക്കർ മർക്കർ, കത്തി ഉരുകി മരിച്ച്, കബാരഹാഹെ ജീവനപ്പന അദ്ദേഹത്തിന്റെ ജീവിതം ചിലവഴിക്കുന്നു. അതാണ് കർഷകൻ ചെയ്യുന്നത്. ദേഗ്രഹാഹെ മിട്ടിമേം സോനേക്ക സപ്പന, ദേഗ്രഹാഹെ അദ്ദേഹം കാണുന്നു, എന്ത് കാണുന്നു? മിട്ടിമേം സോനേക്ക സപ്പന, മണ്ണിൽ സ്വർണത്തിന്റെ സ്വപ്നം കാണുന്നു. മണ്ണിൽ സ്വർണം വിളയിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അത് കൃഷി ചെയ്ത് നല്ല വിളവ് ഉണ്ടാക്കുന്നതിനെ പറ്റി അദ്ദേഹം സ്വപ്നം കാണുന്നുണ്ട്. മിട്ടിക്ക് മഹിമ ഗാത്താഹെ, മണ്ണിന്റെ മഹത്വത്തെക്കുറിച്ച് അദ്ദേഹം പാടുന്നുണ്ട്. മിട്ടിക്ക് ഹി അന്തസ്ഥൽമയം, മണ്ണിന്റെ ഉള്ളില്, അപ്പനെ തൻകി കാത് മിലാക്കർ, അദ്ദേഹത്തിന്റെ തൻകി കാത് മിലാക്കർ, തൻ ശരീരം, കാത് വളം, അപ്പൊ അദ്ദേഹത്തിന്റെ ശരീരമാകുന്ന വളം ഉപയോഗിച്ചുകൊണ്ട്, മണ്ണിന്റെ ഉള്ളിലേക്ക് അദ്ദേഹത്തിന്റെ ശരീരമാകുന്ന വളം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം കഠിനമായി അധ്വാനം ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ശരീരം കൊണ്ട് അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ശരീരം ഉപയോഗിച്ച് ചെയ്യുന്ന അധ്വാനം തന്നെയാണ് മണ്ണിൽ അദ്ദേഹം കൊടുക്കുന്ന വളം. അപ്പോൾ ആ വളം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? മിട്ടിക്കോ ജീവിതരക്താഹെ, മണ്ണിനെ ജീവിപ്പിച്ച് നിർത്തുന്നു. മണ്ണിൽ പുതിയ ചെടികളൊക്കെ മുളപ്പിച്ചെടുക്കുകയാണ്, വിത്ത് മുളപ്പിച്ചെടുക്കുകയാണ്, അവിടെ വിളവുണ്ടാക്കുകയാണ്. അപ്പോൾ മണ്ണ് ജീവിച്ച് നിൽക്കുകയല്ലേ. ഖുദ് ജീത്താഹെ, എന്നിട്ട് സ്വയം ജീവിക്കുന്നു.
യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി. അപ്പോൾ അങ്ങനെയുള്ള കർഷകൻ്റേതാണ് ഈ ഭൂമി എന്നാണ് കേദാർനാഥ് അഗ്രവാൾ ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ കവിതയാണ്. മീനിങ്ങുകളൊക്കെ ടെസ്റ്റിലുള്ള മീനിങ്ങുകൾ കുറച്ചുണ്ട്, ടെസ്റ്റിലില്ലാത്തതൊക്കെ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക. ഓക്കെ.